ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC സിംപ്ലിഫൈഡ്. ഇത് നമ്മുടെ 17ാമത്തെ ക്ലാസ് ആണ്. ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കണ്ടു തീർക്കണം. ഒരുപാട് നല്ല ചോദ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഓരോ ക്ലാസ്സുകളും ചെയ്യുന്നത്. അപ്പം നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിയെടുക്കുക. ഈ വർഷം അത്രത്തോളം നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുള്ള ഒരു വർഷമാണ്. അപ്പം നമ്മളത് ഒരിക്കലും കാണാതെ പോകരുത്, അല്ലെങ്കിൽ നമ്മളെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വരരുത്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അസംഗാർ പ്രഖ്യാപനം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അസംഗാർ പ്രഖ്യാപനം ശിപായി ലഹളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശിപായി ലഹള എന്താണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം. അസംഗാർ പ്രഖ്യാപനം ശിപായി ലഹളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട പ്രശസ്തമായ മുദ്രാവാക്യം ഏതാണ്? എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം എന്ന് പറഞ്ഞ ആളാണ് ആര്? സുഭാഷ് ചന്ദ്രബോസ്. റഷ്യയിൽ കൂട്ടുകൃഷി സമ്പ്രദായത്തെ എതിർത്ത സമ്പന്നരായ ഭൂവുടമ വർഗം ഏതു പേരിൽ അറിയപ്പെട്ടിരുന്നു? കുലാക്കുകൾ. അപ്പൊ കുലാക്കുകൾ എന്നുള്ള വാക്ക് മാത്രം തന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലേക്ക് പെട്ടെന്ന് വരേണ്ടത് എന്താണ്? റഷ്യൻ വിപ്ലവം അല്ലെ? റഷ്യ എന്ന് വരണം, കൂട്ടുകൃഷി സമ്പ്രദായം വരണം. ഇപ്പൊ റഷ്യയിൽ കൂട്ടുകൃഷി സമ്പ്രദായത്തെ എതിർത്ത സമ്പന്നരായ ഭൂവുടമ വർഗം ഏതു പേരിൽ അറിയപ്പെട്ടിരുന്നു? കുലാക്കുകൾ. 2023 നാറ്റോയിൽ അംഗത്വം നേടിയ രാജ്യം ഏതാണ്? ഫിൻലൻഡ്. 2023 നാറ്റോയിൽ അംഗത്വം നേടിയ രാജ്യം ഫിൻലൻഡ്. ഇന്ത്യയിലെ പ്രധാന ഹിൽ സ്റ്റേഷനായ മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. ഇന്ത്യയിലെ പ്രധാന ഹിൽ സ്റ്റേഷനായ മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്, ആരവല്ലി നിരകളില്. ഭൂപടങ്ങളിൽ ലാർജ് സ്കെയിൽ മാപ്പിന് ഉദാഹരണം ഏതാണ്? കഡസ്ട്രൽ ഭൂപടം. ലാർജ് സ്കെയിൽ മാപ്പിന് ഒരു ഉദാഹരണമാണ് കഡസ്ട്രൽ ഭൂപടം. പശ്ചിമഘട്ടവും പൂർവഘട്ടവും സന്ധിക്കുന്ന പ്രദേശമാണ് നീലഗിരി. പശ്ചിമഘട്ടവും പൂർവഘട്ടവും സന്ധിക്കുന്ന പ്രദേശം ആണ് നീലഗിരി. ട്രോപ്പോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ്? നൈട്രജൻ. ട്രോപ്പോസ്ഫിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ അന്തരീക്ഷമാണ് കേട്ടോ. ട്രോപ്പോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈട്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജൻ ആണ്. ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മുടെ അന്തരീക്ഷമാണ്. അപ്പൊ ചോദ്യം മാറ്റി ചോദിച്ചാലും നമ്മൾ ലോജിക്കലി ഉത്തരം എഴുതണം. പാൻജിയ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ആൽഫ്രഡ് വേഗ്നർ. പാൻജിയ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആൽഫ്രഡ് വേഗ്നർ. മധ്യപ്രദേശിലെ പന്ന ഖനികൾ ഏത് ധാതുവിന്റെ ഉൽപാദനത്തിനാണ് പ്രസിദ്ധം? വജ്രം. മധ്യപ്രദേശിലെ പന്ന ഖനികൾ എന്ത് ഖനികളാണ്? വജ്രഖനികളാണ്. പുകയില ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? കാസർഗോഡ്. പുകയില ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏക ജില്ല കാസർഗോഡ്. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം ഏതാണ്? 1951. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം 1951. മാംഗല്യം പദ്ധതി കേരള സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത് ആരെ സഹായിക്കാനാണ്? വിധവകളുടെ പുനർവിവാഹത്തിന്. വിധവകളുടെ പുനർവിവാഹത്തിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് മാംഗല്യം. മനുഷ്യ ഹൃദയത്തിലെ ഏത് അറയുടെ ഭിത്തിക്കാണ് ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത്? ഇടത് വെൻട്രിക്കിൾ. മനുഷ്യ ഹൃദയത്തിലെ ഇടത് വെൻട്രിക്കിളാണ്, ഇടത് വെൻട്രിക്കിളിന്റെ അറയുടെ ഭിത്തിക്കാണ് ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത്. ജീവകം B6ന്റെ രാസനാമം എന്താണ്? പിരിഡോക്സിൻ. ജീവകം B6ന്റെ രാസനാമം പിരിഡോക്സിൻ ആണ്. ഓക്കെ, അപ്പം സ്കൂളിൽ 6 പീരീഡ് ആണെന്ന് ആലോചിക്കുക. 6 പീരീഡ് ആണ്, 7 പീരീഡ് അല്ല. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള 6 പീരീഡ് അല്ലേ? 7 പീരീഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 6 പീരീഡ് മതി അല്ലേ? നമുക്ക് പെട്ടെന്ന് സ്കൂളിൽ നിന്ന് ഓടി വരണം. അപ്പോൾ 6 പീരീഡ് കേട്ടോ. 6 പീരീഡ്. അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാം സ്കൂള് ടോട്ടൽ 6 മണിക്കൂറല്ലേ ഉണ്ടാവുക അല്ലെ? 10 to 4. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാം പിരിഡോക്സിൻ ഓരോ മണിക്കൂറുള്ള പീരീഡ്, അങ്ങനെ നമുക്ക് ചിന്തിക്കാം. ഓക്കെ, അപ്പൊ ജീവകം B6 പിരിഡോക്സിൻ. മരീചിക ഉണ്ടാകാൻ കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? പൂർണ്ണ ആന്തരിക പ്രതിഫലനം. മരീചിക ഉണ്ടാകാൻ കാരണമായ
പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണ ആന്തരിക പ്രതിഫലനം. ഇന്ത്യൻ ഭരണഘടനയുടെ 370 വകുപ്പ് റദ്ദാക്കിയതിനെ തുടർന്ന് നിലവിൽ വന്ന കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ഏതെല്ലാം? ജമ്മു കാശ്മീർ, ലഡാക്ക്. ഇന്ത്യൻ ഭരണഘടനയുടെ 370 വകുപ്പ് റദ്ദാക്കിയതിനെ തുടർന്ന് നിലവിൽ വന്ന കേന്ദ്ര ഭരണ പ്രദേശങ്ങളാണ് ജമ്മു കാശ്മീരും ലഡാക്കും. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് KSEB നിലവിൽ വന്ന വർഷം ഏതാണ്? 1957. KSEB നിലവിൽ വന്ന വർഷം 1957. ഇന്ത്യൻ IT നിയമം IT ആക്ട് നിലവിൽ വന്ന വർഷം 2000 ഒക്ടോബർ 17. ഇന്ത്യൻ IT നിയമം IT ആക്ട് നിലവിൽ വന്ന വർഷം 2000 ഒക്ടോബർ 17. ഒരു കമ്പ്യൂട്ടർ ശൃംഖലയിലെ ഡാറ്റ കൈമാറ്റത്തിന്റെ വേഗത അളക്കുന്ന യൂണിറ്റ് BPS, ബിറ്റ്സ് പെർ സെക്കൻഡ്. ഒരു കമ്പ്യൂട്ടർ ശൃംഖലയിലെ ഡാറ്റ കൈമാറ്റത്തിന്റെ വേഗത അളക്കുന്ന യൂണിറ്റ് ആണ് ബിറ്റ്സ് പെർ സെക്കൻഡ്. തിരുവിതാംകൂറിൽ 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? റാണി ഗൗരി പാർവതിഭായ്. തിരുവിതാംകൂറിൽ 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് റാണി ഗൗരി പാർവതിഭായ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതും വില്ലുവണ്ടി സമരം നടത്തിയതും ആരാണ്? അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതും വില്ലുവണ്ടി സമരം നടത്തിയതും അയ്യങ്കാളിയാണ്. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വടക്കൻ പർവ്വതനിര ഏതാണ്? ഹിമാലയം. അപ്പൊ നമ്മളോട് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിര എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ഹിമാലയം എഴുതും. അപ്പൊ അതിന്റെ കൂടെ ഒരു വടക്കൻ എന്ന് കാണുമ്പോൾ നമ്മൾ ഒരു കൺഫ്യൂഷനിലാവും അല്ലേ? അപ്പൊ അതിന്റെ ആവശ്യമില്ല. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വടക്കൻ പർവ്വതനിര തന്നെയാണ് ഹിമാലയം. പക്ഷികളുടെ തൂവൽ പോലെ കാഴ്ചയിൽ തോന്നിക്കുന്ന മേഘങ്ങൾ ഏവ? സിറസ് മേഘങ്ങൾ. പക്ഷികളുടെ തൂവൽ പോലെ കാഴ്ചയിൽ തോന്നിക്കുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. സർവേ ഓഫ് ഇന്ത്യയുടെ സ്ഥിര ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ. സർവേ ഓഫ് ഇന്ത്യയുടെ സ്ഥിര ആസ്ഥാനം ഡെറാഡൂൺ. ശൈത്യകാലത്ത് ഏറ്റവും കുറഞ്ഞ താപനിലയും ഉഷ്ണകാലത്ത് ഏറ്റവും കൂടിയ താപനിലയും രേഖപ്പെടുത്തിയ ചുരു ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. ശൈത്യകാലത്ത് ഏറ്റവും കുറഞ്ഞ താപനിലയും ഉഷ്ണകാലത്ത് ഏറ്റവും കൂടിയ താപനിലയും രേഖപ്പെടുത്തിയ ചുരു രാജസ്ഥാനിലാണ്. ഇന്ത്യയുടെ ബ്രെഡ് ബാസ്ക്കറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. ഇന്ത്യയുടെ ബ്രെഡ് ബാസ്ക്കറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് പഞ്ചാബ്. ഇന്ത്യൻ ബാങ്കിംഗ് സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ധനകാര്യ സ്ഥാപനം ഏതാണ്? RBI. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകളുടെ ബാങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏതൊരു ബാങ്കിനെയും നിയന്ത്രിക്കാൻ ആർക്ക് പറ്റും? RBIക്ക് പറ്റും. ഇന്ത്യൻ ബാങ്കിംഗ് സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ധനകാര്യ സ്ഥാപനമാണ് RBI. രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ്? 30 വയസ്സ്. നമ്മൾ മുൻപ് ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും. നമ്മൾ എല്ലാത്തിൻ്റെയും ഏജും കൊടുത്തിട്ടുണ്ട് അല്ലേ? രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം 30 വയസ്സ്. ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്താണ്? മൗലികാവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ശ്യാം സരൺ നേഗി. ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ എന്നറിയപ്പെടുന്നത് ശ്യാം സരൺ നേഗി. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44ാം ഭേദഗതിയാണ്. ഒരിക്കലും മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള 42nd എഴുതരുത്, 42 എഴുതരുത്. സ്വത്തവകാശം 44ാം ഭേദഗതിയാണ്. ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 1098.
ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ ആണ് 1098. മനുഷ്യന്റെ ഡെന്റൽ ഫോർമുല ഏതാണ്? 2123. നമ്മളെ പല്ലിനെ നോക്കിയാൽ മതി. 2123 ഓർഡറിലാണ് നമ്മുടെ പല്ലിരിക്കുന്നത്. ഭൂമിയുടെ പലായന പ്രവേഗം എസ്കേപ്പ് വെലോസിറ്റി എത്രയാണ്? 11.2 km/s ആണ്. ഭൂമിയുടെ പലായന പ്രവേഗം എസ്കേപ്പ് വെലോസിറ്റി 11.2 km/s. എന്ന് വെച്ചാൽ നമ്മൾ സെക്കൻഡിൽ 11.2 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഭൂമിയിൽ നിന്ന് വിട്ടുപോകാം. നമുക്ക് ഭൂമിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ എന്തായിരിക്കും നടക്കുന്നുണ്ടാവുക? എന്തിനു വേണ്ടിയിട്ടായിരിക്കും കണ്ടുപിടിച്ചിട്ടുണ്ടാവുക? എങ്ങനെയാണ് റോക്കറ്റ് വിക്ഷേപിക്കുക അല്ലെ? നമ്മുടെ ഗുരുത്വാകർഷണം ഒന്നും ഇല്ലാതെ അതിനേക്കാൾ സ്പീഡിൽ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ ഒരു എസ്കേപ്പ് വെലോസിറ്റി കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ. അപ്പൊ എസ്കേപ്പ് വെലോസിറ്റി ആണ്, ഭൂമിയുടെ പലായന പ്രവേഗമാണ് 11.2 km/s. ഇത് എല്ലാത്തിനും ഒരുപോലെ ആയിരിക്കില്ല, ഓരോ ഗ്രഹത്തിനും ഓരോ രീതിയിലായിരിക്കും. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം എന്താണ്? പാസ്കൽ നിയമം. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം പാസ്കൽ നിയമം. സാധാരണ പെയ്യുന്ന മഴവെള്ളത്തിന്റെ pH മൂല്യം 5 മുതൽ 5.5 വരെ. സാധാരണ പെയ്യുന്ന മഴവെള്ളത്തിന്റെ pH മൂല്യം എത്രയാണ്? 5 മുതൽ 5.5 വരെയാണ്. ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് പി സച്ചിദാനന്ദൻ. ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് പി സച്ചിദാനന്ദൻ. ഓപ്ഷനിൽ ഒരുപാട് സച്ചിദാനന്ദൻ ഉണ്ടാവും, ഇനീഷ്യല് വ്യത്യാസപ്പെടുത്തി അവർ കൊടുക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, പി സച്ചിദാനന്ദനാണ്. കേരളത്തിന്റെ സാംസ്കാരിക ഗാനം രചിച്ചത് ആരാണ്? ബോധേശ്വരൻ. കേരളത്തിന്റെ സാംസ്കാരിക ഗാനം രചിച്ചത് ആരാണ്? ബോധേശ്വരൻ. ബോധേശ്വരനും സുഗതകുമാരി ടീച്ചറും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നൊന്ന് കമന്റ് ചെയ്യണേ. ബാറ്റൺ കപ്പ് ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. ബാറ്റൺ കപ്പ് ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. IT നിയമം 2000 അനുസരിച്ച് അനുവാദമില്ലാതെ കമ്പ്യൂട്ടറിൽ പ്രവേശിക്കുന്നത് ഏത് കുറ്റകൃത്യമാണ്? ഹാക്കിംഗ് ആണ്. വകുപ്പ് 66. ഹാക്കിങ്ങിന്റെ വകുപ്പ് 66. ഡ്രൈ ഐസ് എന്നാൽ എന്താണ്? ഖരരൂപത്തിലുള്ള കാർബൺ ഡയോക്സൈഡ്. ഡ്രൈ ഐസ് എന്നാൽ ഖരരൂപത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് ആണ്. മാധ്യമം ആവശ്യമില്ലാത്ത താപപ്രസരണ രീതി ഏതാണ്? വികിരണം, റേഡിയേഷൻ. മാധ്യമം ആവശ്യമില്ലാത്ത താപപ്രസരണ രീതിയാണ് വികിരണം, റേഡിയേഷൻ. കുട്ടികളുമായി ബന്ധപ്പെട്ട അശ്ലീല ദൃശ്യങ്ങൾ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ സൂക്ഷിക്കുന്നത് വിവര സാങ്കേതിക നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരം കുറ്റകരമാണ്? വകുപ്പ് 67B പ്രകാരം. കുട്ടികളുമായി ബന്ധപ്പെട്ട അശ്ലീല ദൃശ്യങ്ങൾ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ സൂക്ഷിക്കുന്നത് IT ആക്ട് പ്രകാരം എങ്ങനെയാണ് കുറ്റകരമാകുന്നത്? വകുപ്പ് 67B പ്രകാരം കേട്ടോ. വകുപ്പ് 67B. അഗ്നിച്ചിറകുകൾ, വിങ്സ് ഓഫ് ഫയർ ആരുടെ ആത്മകഥയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. അഗ്നിച്ചിറകുകൾ ആരുടെ ആത്മകഥയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്ന വർഷം ഏതാണ്? 1688. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്ന വർഷം 1688. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുമ്പോൾ ഫ്രാൻസിലെ ഭരണാധികാരി ആരായിരുന്നു? ലൂയി 14. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുമ്പോൾ ഫ്രാൻസിലെ ഭരണാധികാരി ലൂയി 14. നമുക്കിത് എങ്ങനെ ഓർത്ത് വെക്കാം? നമുക്ക് കൺഫ്യൂഷൻ ആവും. 15 ആണോ 16 ആണോ ഒക്കെ വരുമ്പോൾ നമുക്ക് ഇതൊക്കെ ഓപ്ഷൻസിലും ഉണ്ടാവും. അപ്പോൾ 14 എന്ന് പറയുമ്പോൾ 14 അല്ലേ? അപ്പം ഈ ലൂയി 14 തന്റെ ടീനേജ് ഫോർ എന്തിന്? ഫ്രഞ്ച്. ഓക്കെ, ടീനേജ് ഫോർ ഫ്രഞ്ച്, ഫ്രാൻസിന് വേണ്ടിയിട്ട് ടീനേജ് സമർപ്പിച്ചു. ഓക്കെ, ലൂയി 14. ഭൂകമ്പ തരംഗങ്ങളുടെ ഉത്ഭവസ്ഥാനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഭൂകമ്പ നാഭി. ഭൂകമ്പ തരംഗങ്ങളുടെ ഉത്ഭവസ്ഥാനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഭൂകമ്പ നാഭി. നദിയുടെ ഏത് ഘട്ടത്തിലാണ് വി രൂപ താഴ്വരകൾ, വി ഷേപ്ഡ് വാലീസ് രൂപപ്പെടുന്നത്? യുവത്വ ഘട്ടം. നദിയുടെ ഏത് ഘട്ടത്തിലാണ് വി രൂപ താഴ്വരകൾ
രൂപപ്പെടുന്നത്? യുവത്വഘട്ടത്തില്. ലോകത്തിലെ ഏറ്റവും ദൃഢമായ ധാതു ഏതാണ്? ഡയമണ്ട്, വജ്രം. ഓക്കെ, ലോകത്തിലെ ഏറ്റവും ദൃഢമായ ധാതുവാണ് വജ്രം. നിങ്ങൾക്കുള്ള 4 ചോദ്യങ്ങൾ. ചോദ്യം 1, കണ്ണൂരിലെ ഏഴിമലയിലെ മൂഷക വംശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംസ്കൃത കൃതി ഏത്? ഓപ്ഷൻ എ തുഹ്ഫത്തുൽ മുജാഹിദ്ദീൻ, ഓപ്ഷൻ ബി കേരള സിംഹം, ഓപ്ഷൻ സി മൂഷക വംശകാവ്യം, ഓപ്ഷൻ ഡി ആദിയാർ ദീപം. ചോദ്യം 2, തുഹ്ഫത്തുൽ മുജാഹിദ്ദീൻ എന്ന ചരിത്രകൃതി രചിക്കപ്പെട്ട ഭാഷ ഏതാണ്? ഓപ്ഷൻ എ പേർഷ്യൻ, ഓപ്ഷൻ ബി അറബി, ഓപ്ഷൻ സി മലയാളം, ഓപ്ഷൻ ഡി ഉറുദു. 3, പഴശ്ശി രാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കി കേരള സിംഹം എന്ന നോവൽ എഴുതിയത് ആര്? ഓപ്ഷൻ എ അതുലൻ, ഓപ്ഷൻ ബി സർദാർ KM പണിക്കർ, ഓപ്ഷൻ സി ഷെയ്ഖ് സൈനുദ്ദീൻ, ഓപ്ഷൻ ഡി CV രാമൻ പിള്ള. ചോദ്യം 4, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC രൂപീകൃതമായ വർഷം? ഓപ്ഷൻ എ 1885 ഡിസംബർ 28, ഓപ്ഷൻ ബി 1887 ഡിസംബർ 28, ഓപ്ഷൻ സി 1885 നവംബർ 28, ഓപ്ഷൻ ഡി 1909 ജനുവരി 1. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും അറിയിക്കണം. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് ഉപകാരമാവും. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ക്ലാസ്സുകൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഒരുപാട് വീഡിയോസ് വരും. നമ്മളൊരു 150 days ജേണിയാണ്. അതിനകത്ത് ഇടയ്ക്കൊരു ബുദ്ധിമുട്ട് വന്നത് എനിക്ക് വയ്യാതെ ആയ സാഹചര്യത്തിലാണ്. അപ്പം അങ്ങനെ ഒരു പ്രയാസം ഇല്ലെങ്കിൽ എല്ലാ ദിവസവും വീഡിയോസ് വരും. അപ്പം ഞാനിതെന്തായാലും കംപ്ലീറ്റ് ചെയ്യും. എല്ലാവരും നന്നായിട്ട് പഠിക്കണം. അടുത്ത ക്ലാസ് നാളെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.